Welcome to Aneha's Little World and welcome to the part 2 of Space Quiz. This quiz series in Aneha's Little World is narrated in Malayalam and English language. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം പരിശോധനയ്ക്കും ഈ ക്വിസ് ഉപയോഗിക്കാവുന്നതാണ്. മൊത്തം 60 ക്വസ്റ്റ്യൻസ് ആണ് രണ്ടാം പാർട്ടിലുള്ളത്. ഒന്നാം പാർട്ടിൽ സോളാർ സിസ്റ്റത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാം പാർട്ട് പൂർണ്ണമായും സ്പേസ് മിഷനെ കുറിച്ചാണ്. ബഹിരാകാശ ദൗത്യങ്ങളുടെ ചരിത്രം മുതൽ ഇന്ന് വരെയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള മനുഷ്യനിർമ്മിതമായ വസ്തു ഏതാണ്? What's the most distant human object from Earth? നാസയുടെ വോയേജർ 1 ഏകദേശം 22.5 ബില്യൺ കിലോമീറ്റർ അകലെയാണ് ഇതുള്ളത്. NASA's Voyager 1. യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയെ ഇതുവരെയായി സന്ദർശിച്ചിട്ടുള്ള ഏക ബഹിരാകാശ പേടകം ഏതാണ്? Name the only spacecraft to ever visit Uranus in 1986 and Neptune in 1989. നാസയുടെ വോയേജർ 2. NASA's Voyager 2. ആസ്ട്രോനോട്ട് അഥവാ വ്യോമസഞ്ചാരികൾ എന്ന പദം ഇന്ത്യയിലും റഷ്യയിലും ചൈനയിലും വിളിക്കപ്പെടുന്നത് ഏത് പേരുകളിലാണ്? In which names counterparts of astronauts are known in India, Russia and China? ആസ്ട്രോനോട്ടുകൾ ഇന്ത്യയിൽ വ്യോമനോട്ട് എന്നും റഷ്യയിൽ കോസ്മോനോട്ട് എന്നും ചൈനയിൽ ടൈക്കോനോട്ട്സ് എന്നും അറിയപ്പെടുന്നു. India, Vyomonauts, Russia, Cosmonauts, China, Taikonauts. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം റഷ്യയുടെ സ്പുട്നിക് 1 ആണ്. അമേരിക്കയുടേത് ഏതാണ്? World's first artificial satellite is Russia's Sputnik 1. Which one is America's? 1958 വിക്ഷേപണം ചെയ്ത എക്സ്പ്ലോറർ 1. Explorer 1, 1958. ഭൂമിയെ ആദ്യമായി വലം വച്ച ജീവി ഏതാണ്? The first animal to orbit the Earth is ലെയ്ക്ക എന്ന നായ 1957 സ്പുട്നിക് 2 ഭൂമിയെ ആദ്യമായി വലം വച്ചത്. Laika, a dog, in 1957 by Sputnik 2. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വ്യക്തി ആരാണ്? ഏത് പേടകത്തിലാണ്? Who was the first person in space? By which vehicle he travelled? യൂറി ഗഗാറിൻ 1961 വോസ്റ്റോക്ക് 1 ബഹിരാകാശത്തെത്തിയത്. Person, Major Yuri Gagarin, 1961. Vehicle Vostok 1. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഏത് വാഹനത്തിൽ? Who was the first Indian to travel to space? By which vehicle did he fly? രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്ത് പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. സോയൂസ് T-11 അദ്ദേഹം പോയത്. Rakesh Sharma, on 3rd April 1984 by Soyuz T-11. ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യനില്ലാത്ത ആദ്യത്തെ ശൂന്യാകാശ വാഹനം ഏതാണ്? അതുപോലെ മനുഷ്യനില്ലാതെ പാറക്കഷണങ്ങൾ ആദ്യമായി കൊണ്ടുവന്ന ശൂന്യാകാശ വാഹനം ഏതാണ്? First uncrewed spacecraft to achieve a survivable landing on a celestial body, which is Moon. First uncrewed spacecraft that returned a sample of lunar soil to Earth. ആദ്യ വാഹനം ലൂണ 9 പാറക്കഷണങ്ങൾ കൊണ്ടുവന്ന വാഹനം ലൂണ 16. First vehicle Luna 9 in 1966. Lunar soil is brought by Luna 16 in 1970. 1969 അപ്പോളോ 11 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ പോയത്. ആരൊക്കെയാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്? ഏത് സമയത്ത്? Who were the first people to land on the moon? By which vehicle? നീൽ ആംസ്ട്രോങ് ജൂലൈ 20, 1969 രാത്രി
10:56 EDT. എഡ്വിൻ ആൾഡ്രിൻ ജൂലൈ 20 രാത്രി 11:11 EDT. EDT എന്നാൽ ഈസ്റ്റേൺ ഡേലൈറ്റ് ടൈം. Neil Armstrong on July 20, 1969 at 10:56 p.m. EDT. Buzz Aldrin or Edwin Eugene Aldrin Jr. on July 20, 1969 at 11 p.m. EDT. മറ്റൊരു ഗ്രഹത്തിൽ ഇടിച്ചിറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകം ഏതാണ്? First satellite to land on another planet. റഷ്യയുടെ വിനേറ 7 ശുക്രനിലാണ് ഇറങ്ങിയത്. Russia's Venera 7 on Venus. ചൊവ്വയെ ഭ്രമണം ചെയ്ത ആദ്യത്തെ കൃത്രിമ വാഹനം ഏതാണ്? First satellite which orbited Mars. ചൊവ്വയെ ആദ്യമായി ഭ്രമണം ചെയ്തത് മാരിനർ 9 ആണ്. Mariner 9. വ്യാഴത്തെ ചുറ്റിയ ആദ്യ ബഹിരാകാശ വാഹനം ഏതാണ്? First satellite which orbited Jupiter. വ്യാഴത്തെ ചുറ്റിയ ആദ്യത്തെ ഉപഗ്രഹം ഗലീലിയോ ഓർബിറ്റർ ആണ്. Galileo orbiter. ഒരു സാറ്റലൈറ്റിന്റെ റേഡിയോ തരംഗങ്ങൾ വലയം ചെയ്യുന്ന ഭൂമിയുടെ ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? What is the area of Earth covered by radio beam from a satellite dish transponder called? സാറ്റലൈറ്റ് ഫുട്പ്രിന്റ്. Satellite footprint. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ വനിത ആരാണ്? ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? Who was the first woman to travel into space? First Indian woman to travel into space. ആദ്യ വനിത വാലന്റീന തെരഷ്കോവയും ആദ്യത്തെ ഇന്ത്യക്കാരി കൽപ്പന ചൗളയുമാണ്. കൊളംബിയ ഫ്ലൈറ്റ് STS 87 കൽപ്പന ചൗള പോയത്. Valentina Tereshkova of Russia in 1963. Indian Kalpana Chawla on 19th November 1997 in Space Shuttle Columbia Flight STS 87. ബഹിരാകാശ യാത്രയിൽ ആദ്യമായി മരണമടഞ്ഞത് ആരാണ്? Who was the first astronaut to die in a space mission? കേണൽ കൊമറോവ് 1967 സോയൂസ് 1 പാരച്യൂട്ട് തകരാറായതിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. Colonel Vladimir Mikhailovich Komarov, 1967 due to parachute failure. Mission Soyuz 1. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? നടന്ന ആദ്യത്തെ വനിത ആരാണ്? First person to conduct a spacewalk. First woman to conduct a spacewalk. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വ്യക്തി അലക്സി ലിനിയോവ് ആണ്. വനിത സവറ്റ്ലാന സവിസ്കായ. Alexei Leonov, Svetlana Savitskaya. ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ വിനോദസഞ്ചാരി ആരാണ്? ആദ്യത്തെ വനിതാ വിനോദസഞ്ചാരി ആരാണ്? Who all were the first space tourists and the first women space tourists? ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി 2001 ഡെന്നീസ് ടിറ്റോ ആണ്. വനിത ഇറാനിലെ അനൗഷെ അൻസാരി. Dennis Tito in 2001 from America. Anausha Ansari in 2006 from Iran. ഏറ്റവും കൂടുതൽ സ്പേസ് വാക്ക് നടത്തിയ വ്യക്തി, അതായത് 10 തവണയാണ് ബഹിരാകാശത്ത് നടന്നത്. അതുകൂടാതെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ആദ്യത്തെ വനിതാ കമാൻഡർ, 2 തവണ കമാൻഡറായ വനിത, ഏറ്റവും പ്രായം കൂടിയ ബഹിരാകാശ യാത്രിക എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? Who did the maximum number of spacewalks? First woman to command the International Space Station, holding the position twice, and the oldest woman ever to fly in the space. പെഗി വിഡ്സൺ ആണ്. Peggy Whitson. ബഹിരാകാശത്ത് വെച്ച് മാരത്തോണിൽ പങ്കെടുത്ത ആദ്യ വ്യക്തി ആരാണ്? First person to run a marathon in space. സുനിത വില്യംസ് ആണ്
ബഹിരാകാശത്ത് വെച്ച് ആദ്യമായി മാരത്തോണിൽ പങ്കെടുത്തത്? 2007 ഏപ്രിൽ 16 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ട്രേഡ് മിൽ ഓടിക്കൊണ്ട് അവർ ബോസ്റ്റൺ മാരത്തോണിൽ പങ്കെടുത്തു. ടിം പിക്ക് ആണ് ബഹിരാകാശത്ത് നിന്നും മാരത്തോണിൽ പങ്കെടുത്ത ആദ്യത്തെ പുരുഷൻ. Sunita Williams. On 16th April 2007, she participated in Boston Marathon by running on a treadmill on the International Space Station. Tim Peake is the first man to run a marathon in space. ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹവും വാർത്താവിനിമയ ഉപഗ്രഹവും 1960 നാസ വിക്ഷേപിച്ചത്. ഏതൊക്കെയാണവ? World's first weather satellite and communication satellite were launched in 1916 by NASA. Name both of them. കാലാവസ്ഥാ ഉപഗ്രഹം ടിറോസ് 1 വാർത്താവിനിമയ ഉപഗ്രഹം എക്കോ 1. Weather satellite TIROS 1, communication satellite ECHO 1. ആദ്യമായി 1974 വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും നേരിട്ടുള്ള പ്രക്ഷേപണത്തിനുമായി വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? Which is the world's first educational satellite as well as world's first experimental direct broadcast satellite launched in 1974? ATS-6. ATS-6, Applications Technology Satellite 6. വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് മാത്രമായി വിക്ഷേപണം ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? Which is India's first dedicated educational satellite? എഡ്യൂസാറ്റ്, അതായത് ജിസാറ്റ് 3. EduSat, GSat 3. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം തുടങ്ങിയത് 1971 റഷ്യയാണ്. ഏതാണത്? Name the first space station launched by the Soviet Union in 1971. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം സെല്യൂട്ട് 1 ആണ്. അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയം സ്കൈലാബ് ആണ്. Salute 1. Skylab in 1973 is the first space station of America. ഏത് ആൽഗയാണ് ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്നത്? Which algae is grown in the space stations? ക്ലോറല്ല. നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനാക്കി മാറ്റാനും നൈട്രജൻ വേസ്റ്റ് ഇല്ലാതാക്കാനും പോഷകമൂല്യമുള്ള പദാർത്ഥങ്ങൾ നിർമ്മിക്കാനും ഈ സസ്യത്തിന് കഴിയുമെന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. Chlorella. This plant provides oxygen, consumes the carbon dioxide exhaled by humans, and convert the nitrogen-filled waste and also produce a nutritional biomass that astronauts could eat. സാറ്റലൈറ്റുകളുടെ പുറമേ കാണുന്ന തിളങ്ങുന്ന സ്വർണ്ണ നിറത്തിലുള്ള പാളിക്ക് പറയുന്ന പേരെന്താണ്? The shiny golden wrapper that encapsulates a satellite is known as മൾട്ടി ലെയർ ഇൻസുലേഷൻ. multi-layer insulation. ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പോളണ്ടുകാരൻ ആരാണ്? Which Polish personality is known as the father of modern astronomy? ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. Nicolaus Copernicus. നിരീക്ഷണ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? Which Italian astronomer is known as the father of observational astronomy? നിരീക്ഷണ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗലീലിയോ ഗലീലി ആണ്. Galileo Galilei. ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആധുനിക ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? Name the below personalities. Father of Indian astronomy, father of modern Indian astronomy. ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്യഭടനാണ്. ആധുനിക ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MK വൈനുബാപ്പു. Father of Indian astronomy, Aryabhatta. Father of modern Indian astronomy, MK Vainu Bapu. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? Who is known as the father of Indian space science or the Indian space research? ഡോക്ടർ വിക്രം സാരാഭായ്. Dr. Vikram
Ambalal Sarabhai. നാഷണൽ എയറോനോട്ടിക്സ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ നാസ സ്ഥാപിക്കപ്പെട്ടത് എപ്പോൾ, എവിടെ? When and where was the National Aeronautics and Space Administration, NASA, established? വാഷിംഗ്ടൺ ഡി സിയിലാണ് നാസ ആരംഭിച്ചത്. 1st October 1958, Washington, D.C., United States. ISRO നിലവിൽ വന്നത് എപ്പോൾ, ആസ്ഥാനം എവിടെ? When and where was ISRO established? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ 1969 ആഗസ്റ്റ് 15-നാണ് ആരംഭിച്ചത്. അതിൻ്റെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ, ബാംഗ്ലൂർ ആണ്. 15th August 1969, Antariksh Bhavan in Bangalore. റോക്കറ്റുകൾ നിർമ്മിക്കുക എന്ന ഉത്തരവാദിത്വമുള്ള ISROയുടെ അനുബന്ധ ഏജൻസിയായ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൻ്റെ പഴയ പേര് എന്താണ്? The Vikram Sarabhai Space Center is a major space research center of the ISRO, focusing on rocket and space vehicles for India's satellite program. It is located in Tumba, Tirunelveli. What is the old name of VSSC? Tumba Equatorial Rocket Launching Station, TERLS. Tumba Equatorial Rocket Launching Station. തുമ്പയിൽ നിന്ന് ആദ്യമായി വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റ് ഏതാണ്? വിക്ഷേപിച്ചത് എന്നാണ്? Which was the first rocket launched from Tumba? When was it? നൈക്കി അപ്പാച്ചെ 1963 നവംബർ 21. Nike Apache, 21st November 1963. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് എപ്പോൾ, എവിടെ നിന്ന്? When was India's first satellite launched and from where it was launched? ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19 റഷ്യയിൽ നിന്നാണ്. Launched on 19th April 1975 from Russia. ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച പരീക്ഷണ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? Which was India's first experimental communication satellite? ആപ്പിൾ ഏരിയാനെ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ് വിക്ഷേപിച്ചത് 1981. Apple Ariane passenger payload experiment, launched on 19th June 1981. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ഏതാണ്? Which is India's first nano satellite? ജുഗ്നു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം. Jugnu in 2011. ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാനായിരുന്ന ശാസ്ത്രജ്ഞന്റെ പേരാണ് ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന്. എന്താണത്? Satellite Launching Center at Sriharikota is named after ISRO's longest served chairman. What is the name of the center? സതീഷ് ധവാൻ സ്പേസ് സെന്റർ. Satish Dhawan Space Center. ഇന്ത്യൻ ബഹിരാകാശ വിക്ഷേപണത്തിന്റെ 50-ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് 2013 നവംബർ 21 തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണ്? Which rocket was launched on 21st November 2013 to celebrate 50 years of India's space launching? RH-200. RH-200. ISROയുടെ 100-ാമത്തെ ബഹിരാകാശ ദൗത്യം ഏതായിരുന്നു, എപ്പോഴായിരുന്നു? Which was ISRO's 100th space mission? When? ISROയുടെ 100-ാമത്തെ മിഷൻ PSLV-C-21 വിക്ഷേപിച്ചത് 2012 സെപ്റ്റംബർ 9. PSLV C-21 on 9 September 2012. 104 ഉപഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ട് ISRO ചരിത്ര നേട്ടം സ്വന്തമാക്കിയ ദൗത്യം ഏതാണ്? Which was ISRO's historic mission of carriage and deployment of record number of 104 satellites? PSLV-C-37. PSLV C-37. ഏത് രണ്ട് സംഭവങ്ങളുടെ ബഹുമാനാർത്ഥമാണ് 1999 ഡിസംബർ 6 മുതൽ യുണൈറ്റഡ് നേഷൻസ്
ബഹിരാകാശ വാരമായി ഒക്ടോബർ 4 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങിയത്? On 6th December 1999, the United Nations declared World Space Week between October 4 and October 10. The choices of dates were based on the recognition of which two events? ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ സ്പുട്നിക് 1ന്റെ വിക്ഷേപണം ഒക്ടോബർ 4, 1957 ബഹിരാകാശ ഉടമ്പടി ഒപ്പുവെച്ചത് ഒക്ടോബർ 10, 1967. ഈ രണ്ട് സംഭവങ്ങളാണ് ബഹിരാകാശ വാരം ആഘോഷിക്കാൻ കാരണമായത്. Launch of the first satellite, Sputnik 1, on 4th October 1957 and signing of the Outer Space Treaty on 10th October 1967. അമേരിക്കയുടെ മെസ്സഞ്ചർ, മറീനർ 10 എന്നീ ബഹിരാകാശ പേടകങ്ങൾ ഏത് ഗ്രഹത്തെക്കുറിച്ചാണ് പഠിച്ചത്? Spacecrafts named Messenger and Mariner 10 were used to study which planet? ബുധൻ. Mercury. ശുക്രനെക്കുറിച്ച് പഠിക്കാൻ അയക്കപ്പെട്ട പ്രധാന പേടകങ്ങൾ ഏതൊക്കെ? Name the major spacecraft sent to study about Venus. മറീനർ 2, വെനീറ, വീനസ് എക്സ്പ്രസ്. Mariner 2 by America, Venera by Soviet Union, Venus Express by European Union. ചൊവ്വയിൽ ജീവന്റെ അംശം തേടി അയച്ച അമേരിക്കൻ പേടകം ഏതാണ്? Which spacecraft was sent by America to Mars to determine whether the red planet ever was or is habitable to microbial life? ക്യൂരിയോസിറ്റി 2011 അയച്ച് 2012 ചൊവ്വയിലെ ഗേൽ ക്രേറ്ററിലാണ് ക്യൂരിയോസിറ്റി ഇറങ്ങിയത്. Curiosity, launch year 2011, landed at Gale crater in 2012. ചൊവ്വ പ്രതലത്തിൽ ഇറങ്ങിയ ആദ്യ പേടകം ഏതാണ്? Which was the first spacecraft landed on Mars? വൈക്കിംഗ് 1, 1976. Viking 1. മാവേൻ, ഓപ്പർച്യൂണിറ്റി, സ്പിരിറ്റ് തുടങ്ങിയ പേടകങ്ങൾ ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനായി അമേരിക്ക അയച്ചതാണ്? Maven, Opportunity and Spirit are sent by America to study about which planet? ചൊവ്വ. Mars. നാസയുടെ പയനിയർ 10, ഗലീലിയോ എന്നീ പര്യവേഷക പേടകങ്ങൾ ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠനം നടത്തി? NASA's Pioneer 10, Galileo are used to study which planet? വ്യാഴം. Jupiter. പയനിയർ 11, കാസിനി ഹ്യൂജൻസ് എന്നീ ബഹിരാകാശ ദൗത്യങ്ങളുടെ ലക്ഷ്യം? What was the aim of Pioneer 11 and Cassini-Huygens? ശനി ഗ്രഹത്തെയും അതിൻ്റെ ഉപഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കുക. To study about Saturn and its moons. 2015 പ്ലൂട്ടോയിൽ എത്തിച്ചേർന്ന പേടകം ഏതാണ്? Which interplanetary space probe reached Pluto in 2015? നാസയുടെ ന്യൂ ഹൊറൈസൺസ് ആണ് പ്ലൂട്ടോയിൽ എത്തിയത്. പ്ലൂട്ടോണിയം ഡയോക്സൈഡ് ഇന്ധനമാണ് ഉപയോഗിച്ചത്. NASA's New Horizons by using natural radioactive decay of plutonium dioxide fuel. വാൽ നക്ഷത്രത്തിന്റെ ശിരസിലിറങ്ങി പഠനം നടത്തിയ ദൗത്യം ഏതാണ്? Which was the first spacecraft to orbit a comet nucleus and landed on its head? യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ റോസെറ്റ 2004. ഫിലെ എന്ന ലാൻഡർ മോഡ്യൂളിന്റെ സഹായത്തോടെ 67P എന്ന വാൽ നക്ഷത്രത്തിലാണ് ഇറങ്ങിയത്. European Space Agency's Rosetta in 2004. വാൽ നക്ഷത്രത്തിന്റെ വാലിലിറങ്ങി പഠനം നടത്തിയ ദൗത്യം ഏതാണ്? Which was the first robotic space probe landed on a comet's tail? സ്റ്റാർഡസ്റ്റ്. 2004 ഈ സംരംഭത്തിലാണ് ആദ്യമായി ഒരു വാൽ നക്ഷത്രത്തിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു കൊണ്ടുവന്നത്. കോമറ്റ് വൈൽഡ് 2 എന്നതാണ് വാൽ നക്ഷത്രത്തിന്റെ പേര്. Stardust. Name of the comet is Comet Wild 2. പാത്ത്ഫൈൻഡർ ബഹിരാകാശ ദൗത്യം ഏത് ഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്? Pathfinder mission was associated with which planet? പാത്ത്ഫൈൻഡർ
ചൊവ്വയുമായി ബന്ധപ്പെട്ടതാണ്. Mars. ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യം ഏതാണ്? Which was India's first interplanetary mission? മംഗൾയാൻ. ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യം ഇതാണ്. 450 കോടിയാണ് ചിലവ്. Mangalyaan. ഇന്ത്യയെ കൂടാതെ ചൊവ്വയിലേക്ക് പേടകം അയച്ചിട്ടുള്ള മറ്റ് സ്പേസ് ഏജൻസികൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? Which all space agencies, countries were successful in Mars orbiter missions other than India? റോസ്കോസ്മോസ് റഷ്യ, നാസ അമേരിക്ക, യൂറോപ്യൻ സ്പേസ് ഏജൻസി. ചൊവ്വ ദൗത്യം ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിപ്പിച്ച ആദ്യ രാജ്യം ഇന്ത്യയാണ്. Roscosmos by Russia, NASA America, European Space Agency. India is the first nation to reach Mars on its maiden attempt. മംഗൾയാൻ വിക്ഷേപിച്ചത് എപ്പോൾ, എവിടെ നിന്ന്? അത് ഭ്രമണപഥത്തിലെത്തിയത് എപ്പോൾ? Name the date and site of Mangalyaan's launch. When did it reach the Mars orbit? 2013 നവംബർ 5 ശ്രീഹരിക്കോട്ടയിൽ വച്ച്. 298 ദിവസങ്ങൾക്ക് ശേഷം 2014 സെപ്റ്റംബർ 24 മംഗൾയാൻ ഭ്രമണപഥത്തിലെത്തി. Launched on 5th November 2013, and the mission probe lifted off from the first launch pad at Satish Dhawan Space Center, Sriharikota. After a 298-day transit to Mars, it was put into Mars orbit on 24th September 2014. നാസയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സ്പേസ് ഷട്ടിൽ ദുരന്തം എപ്പോഴായിരുന്നു? When did NASA's first space shuttle disaster take place? 1986 ജനുവരി 28 ചലഞ്ചർ ദുരന്തം. 28 January 1968, Challenger disaster. 2003 ഫെബ്രുവരി 1 കൊളംബിയ പൊട്ടിത്തെറിച്ചപ്പോൾ കൽപ്പന ചൗളയോടൊപ്പം മരണപ്പെട്ട വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ്? Name the first woman astronaut killed along with Kalpana Chawla during the space shuttle Columbia broke up on 1st February 2003. ലോറൽ ബ്ലെയർ, സാൾട്ടൻ ക്ലാർക്ക്. മൊത്തം 7 പേരാണ് ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. Laurel Blair, Salton Clark. Total 7 astronauts died during the disaster. സൗരോർജം ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ബഹിരാകാശ പേടകവും വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച രണ്ടാമത്തെ ബഹിരാകാശ പേടകവും ഏതാണ്? Name the space probe which traveled maximum distance using solar energy and is the second space probe entered the orbit of Jupiter. ജൂനോ. വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിൽ ആദ്യം പ്രവേശിച്ച ബഹിരാകാശ പേടകം ഗലീലിയോ ആണ്. Juno. First spacecraft to orbit Jupiter is the nuclear-powered Galileo orbiter. ചന്ദ്രയാൻ 1 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എപ്പോൾ? When was Chandrayaan 1 and 2 launched? ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 2 2019 ജൂലൈ 22. Chandrayaan 1 on 22nd October 2008, Chandrayaan 2 on 22nd July 2019. ബഹിരാകാശ സഞ്ചാരം ലക്ഷ്യമാക്കിയുള്ള ISROയുടെ ദൗത്യം ഏതാണ്? Which is the ISRO's crewed orbital spacecraft mission aims at sending the astronauts to lower orbit of the Earth? ഗഗൻയാൻ. Gaganyaan. മലയാളിയായ ബഹിരാകാശ ഗവേഷകന്റെ പേരിലുള്ള വാൽ നക്ഷത്രം ഏതാണ്? Which comet is named after a Keralite astronomer? ബാപ്പു കോമറ്റ്. Bapu comet. 1992 സ്ഥാപിച്ച ISROയുടെ വാണിജ്യ സ്ഥാപനം ഏതാണ്? Name the commercial and marketing arm of ISRO started in 1992 for the promotion and commercial exploitation of space products, technical consultancy services, and transfer of technologies developed by ISRO. ആൻട്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ്. Antrix Corporation Limited. ഇന്ത്യ ഗവൺമെന്റിന്റെ സ്പേസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ സ്പേസ് പ്രോഗ്രാമുകൾ വാണിജ്യവൽക്കരിക്കാനായി 2019 സ്ഥാപിച്ച കമ്പനി ഏതാണ്?
Name the company started in March 2019 to commercially exploit products and services emanating from Indian Space Program, a wholly owned government under Department of Space. NSIL, New Space India Limited. NSIL, New Space India Limited. ISROയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി ആദ്യമായി നിർമ്മിച്ച കൃത്രിമോപഗ്രഹം ഏതാണ്? Name the first satellite built by an Indian university under the overall guidance of ISRO to demonstrate the technologies related to message store and forward operations. അനുസാറ്റ്, അണ്ണാമലൈ യൂണിവേഴ്സിറ്റി 2009. ANUSAT, Anna University satellite in 2009. ഇതോടുകൂടി സ്പേസ് ക്വിസിൻ്റെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്ക് നമ്മളുടെ ചാനൽ സന്ദർശിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.